2025 to 2026 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് ബൈക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 10ൽ കൂടുതൽ ബൈക്കുകൾ ഈ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. ഇതിൽ ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബൈക്കുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് കുറച്ച് ലോ ആയിട്ട് നിൽക്കുന്ന മോഡലൊക്കെ ഉണ്ട്. ലോഞ്ചിൻ്റെ സാധ്യത മാത്രമായിട്ട് നിൽക്കുന്ന മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡിൻ്റെ ബൈക്കുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ വീഡിയോ മാക്സിമം ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു 300 ലൈക്കാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈക്ക് ടാർഗറ്റ്. ആ ഒരു ലൈക്കിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് വരാൻ പോകുന്ന ബൈക്ക് അപ്രിലയുടെ ഭാഗത്തു നിന്നാണ്. അപ്രിലയുടെ ട്യൂണോ 457 ആണ് ലോഞ്ച് കൺഫേം ആയിട്ടുള്ള മോഡൽ. ഇത് 100% കൺഫേം ആയിട്ടുള്ള മോഡലാണ്. അപ്രിലെ ലോഞ്ച് ഡേറ്റ് ഒക്കെ പുറത്ത് വിട്ടാണ്. വണ്ടി ഫെബ്രുവരി 17 to 18 ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് അപ്രിലയുടെ ഒരു നെയ്ക്കഡ് മോട്ടോർ സൈക്കിളാണ്. ഒരു നെയ്ക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. RS 457 ഒക്കെ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നതാണ് കഴിഞ്ഞ വർഷം. അത് അപ്രിലയുടെ ഭാഗത്തുനിന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് മോട്ടോർ സൈക്കിളാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഫുള്ളി ഫൈഡ് ആയിട്ടുള്ള സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ ഒരു നെയ്ക്കഡ് മോട്ടോർ സൈക്കിളാണ്. പക്ഷേ എഞ്ചിനൊക്കെ രണ്ടും സെയിം തന്നെയാണ്. ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ്. അപ്രിലയുടെ എല്ലാ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ അടിപൊളിയായിരിക്കും. ഒരു നെയ്ക്കഡ് മോട്ടോർ സൈക്കിൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ലുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. 2 ബൂമറാങ് ടൈപ്പിലുള്ള DRലും കാണാൻ പറ്റും. ഫ്രണ്ടിൽ UHT ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഇല്ല മോണോ ഷോക്കാണ്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ സ്ലിപ്പർ ക്ലച്ചും കൂടി അവൈലബിൾ ആയിരിക്കും. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പിന്നെ 3 റൈഡിംഗ് മോഡ്സും റൈഡ് ബൈ വേ ത്രോട്ടിലാണ് വണ്ടിക്ക് ത്രോട്ടിൽ സിസ്റ്റം ഒക്കെ. പിന്നെ ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റവും കൂടി വണ്ടിക്ക് അവൈലബിൾ ആയിരിക്കും. നല്ലൊരു പവർ ടു വെയിറ്റ് റേഷ്യോ ആയിരിക്കും വണ്ടിക്ക്. 159 kg ആണ് വണ്ടിന്റെ വെയിറ്റ് വന്നേക്കുന്നത്. എഞ്ചിൻ RS 457 സെയിം എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. 450cc ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത്. 47 PS ഓഫ് പവറും 43 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ടും നല്ലൊരു ഡിസൈൻ ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് അപ്രിലയുടെ ട്യൂണോ 457. വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 4 lakh ആണ് എക്സ്ഷോറും. രണ്ടാമത്തെ ബ്രാൻഡ് ബജാജ് ആണ്. ബജാജിന്റെ പുതിയ ബൈക്കല്ല, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് വരാൻ പോകുന്നത്. ബജാജിന്റെ ഒരു മികച്ചൊരു മോഡലാണ് ഡൊമിനർ 400. ഒരു ക്രൂസറാണ്. അതുപോലെ തന്നെ ടൂറിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് മോഡലാണ്. ബജാജ് ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. അതിന് ഡൊമിനർ മാത്രമേ അപ്ഡേറ്റ് കൊടുക്കാനുള്ളൂ. 2025 മോഡൽ ഡൊമിനർ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത് നോക്കാം. ഒരു ബിഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു മോഡലിന് അവർ കൊടുക്കാൻ പോകുന്നത്. പലരും ചോദിക്കാറുണ്ട് ഡൊമിനറിന്റെ ഡിസൈൻ അവർ മാറ്റുമെന്നൊക്കെ. ഡിസൈനിൽ അവർ ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധ്യതയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പോട്ട് ഇമേജ് നോക്കുവാണെങ്കിൽ ഡിസൈനിൽ അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നാണ് കാണാൻ പറ്റുന്നത്. വണ്ടിക്ക് ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിട്ടുള്ള വിൻഡ് സ്ക്രീൻ അവർ കൊടുക്കുന്നതായിരിക്കും. പിന്നെ മീറ്റർ കൺസോൾ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. NS 400 സെഡിൽ കണ്ടിട്ടുള്ള സെയിം മീറ്റർ കൺസോൾ ആയിരിക്കും പുതിയ ഡൊമിനറിന് അവർ കൊടുക്കാൻ പോകുന്നത്. ഒരു LCD മീറ്റർ കൺസോൾ ആയിരിക്കും. അതിൽ വിത്ത് നാവിഗേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ ഉണ്ടാവും. പിന്നെ വണ്ടിക്ക് ഒരു ഹാൻഡിലിൻ്റെ സൈഡിൽ തന്നെ ഒരു USB ചാർജിങ് പോർട്ടും കൂടി കാണാൻ പറ്റും. പിന്നെ വണ്ടിക്ക് ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റവും റൈഡിംഗ് മോഡ്സും കൂടി വരുന്നതായിരിക്കും. പിന്നെ വണ്ടിൻ്റെ വെയിറ്റിൽ അവർ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലൈറ്റർ ആയിട്ടുള്ള അലോയ് വീലായിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സിംഗ് ആമിനും ചെറിയ മാറ്റം ഉണ്ടാവും. കനം കുറഞ്ഞ സിംഗ് ആമായിരിക്കും. ഓവറോൾ വെയിറ്റ് ഒരു 3 കിലോ വണ്ടിക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറയാണെങ്കിൽ വണ്ടിൻ്റെ മൈലേജ് കുറച്ചൊരു പൊടിക്ക് കൂടാനും സാധ്യതയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ UHT ഫോർക്ക് തന്നെയാണ്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കായിരിക്കും. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ആയിരിക്കും. സ്ലിപ്പർ ക്ലച്ചും കൂടി അവൈലബിൾ ആയിരിക്കും. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം വണ്ടിൻ്റെ എഞ്ചിൻ അവർ റീപ്ലേസ് ചെയ്യുന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വണ്ടിക്ക് സെയിം എഞ്ചിൻ തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. പഴയ 373cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനായിരിക്കും. പുതിയ 390ൻ്റെ 398cc എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിൻ്റെ പവർ നല്ല രീതിക്ക് കൂടും. ടോർക്കും കാര്യങ്ങളും കൂടും. പെർഫോമൻസ് നല്ല രീതിക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ ആ ഒരു എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ വണ്ടിൻ്റെ പ്രൈസിൽ നല്ല കൺട്രോൾ വരുത്താൻ ബജാജിന് പറ്റിയെന്ന് വരില്ല. പ്രൈസ് കുറച്ചും കൂടി കൂടും. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ പഴയ എഞ്ചിൻ തന്നെ ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. പഴയ ഡൊമിനറിനെക്കാട്ടിയും കുറച്ച് പ്രൈസ് കൂടുന്നതായിരിക്കും. ഒരു 5,000 rupees വണ്ടിക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ വർഷം തന്നെ വണ്ടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ മാർച്ച് ടു ഏപ്രിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും. മൂന്നാമത്തെ ബ്രാൻഡ് ഹോണ്ടയാണ്. ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ കമ്പനി ആയിട്ടുള്ള ഹോണ്ട പുതിയ ബൈക്ക് അങ്ങനെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന മോഡൽ SP 125 ആണ്. പിന്നെ ആ ഒരു ബൈക്കിനൊക്കെ അപ്ഡേറ്റ് കൊടുത്ത് യൂണിക്കോണിന് പിന്നെ SP 125 SP 160 അവർ അപ്ഡേറ്റ് ഇപ്പം കൊടുത്തിട്ടുണ്ട്. പക്ഷേ യങ്സ്റ്റേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു പുതിയ ബൈക്ക് ഒരു വർഷത്തെ കാലയളവിൽ അവർ കൊണ്ടുവന്നിട്ടില്ല. ഹോണ്ട ഒരു ബൈക്ക് പാറ്റന്റ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടൻ്റെ CB 190 TR ആണ്. ഇത് ഉറപ്പായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിപ്പം പേറ്റന്റ് മാത്രം രജിസ്റ്റർ ചെയ്തതാണ്. ഹോണ്ട ഇതുപോലത്തെ പേറ്റന്റ് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. CBR 150R CBR 250RR ഒക്കെ പേറ്റന്റ് ചെയ്ത മോഡലാണ്. വണ്ടി ഇതുവരെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതും ചിലപ്പോൾ പേറ്റന്റ് മാത്രമായിട്ട് അവർ രജിസ്റ്റർ ചെയ്തായിരിക്കും. ഡിസൈൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പേറ്റന്റ് ചെയ്തായിരിക്കാം. എന്തായാലും ഒരു മോഡേൺ റെട്രോ സ്റ്റൈൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഹോണ്ടൻ്റെ CB 190 TR എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിലില്ലെങ്കിലും ബാക്കി കുറച്ച് രാജ്യങ്ങളിലൊക്കെ വണ്ടി അവൈലബിൾ ആണ്. ഒരു നിയോ റെട്രോ സ്റ്റൈൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഡിസൈൻ
അടിപൊളിയാണ്. ഫ്രണ്ടിൽ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള LED ലൈറ്റ്, ടാങ്കിന്റെ സെക്ഷൻ, ബേക്കിലെ ടെയിൽ സെക്ഷൻ ഒക്കെ നീറ്റായി ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എഞ്ചിൻ കൊടുക്കാൻ പോകുന്നത് ഹോണ്ടയുടെ ഹോർനെറ്റ് 2.0ലും CB200Xൽ കണ്ട സെയിം എഞ്ചിൻ ആയിരിക്കും. ആ ഒരു 183cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനായിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ലിസ്റ്റിൽ ലോഞ്ച് ലോ ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലിലൊന്നാണ്. വണ്ടി ചിലപ്പോൾ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേറ്റന്റിൽ മാത്രം ഒതുങ്ങിപ്പോവാം. നാലാമത്തെ ബ്രാൻഡ് KTM ആണ്. KTMന്റെ ഹൈലി കൺഫേംഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. KTMന്റെ RC390ന്റെ പുതിയ മോഡലാണ്. ഡ്യൂക്കിന്റെ പുതിയ ജനറേഷൻ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേർ ചോദിച്ചാണ് RCക്ക് എപ്പോഴാണ് ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്. വണ്ടി ഇന്ത്യക്ക് പുറത്തൊക്കെ പല വിദേശ രാജ്യങ്ങളിലൊക്കെ വണ്ടി ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ത്യയിലൊക്കെ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വണ്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റത്തെ മാറ്റം എന്ന് പറയുന്നത് വണ്ടീൻ്റെ ഡിസൈൻ ബേസ് തന്നെയാണ്. ഡിസൈനിൽ അവർ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ RC ആണിത്. RCന്റെ ഡിസൈൻ ആണെങ്കിൽ ഓരോ വേർഷൻ കഴിയുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. മുമ്പത്തെ RC അല്ല ഇപ്പോഴത്തെ RCന്റെ ഡിസൈൻ തന്നെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. മുമ്പത്തെ RC ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ RC ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതാണ് പുതിയ RC390ന്റെ ഡിസൈൻ. ഫ്രണ്ടിൽ ഒരു ഫുള്ളി LED ലൈറ്റാണ്, പ്രൊജക്ടർ LED ലൈറ്റ് ആയിരിക്കും. ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആയിരിക്കും. ഫ്രണ്ടിൽ ഒരു ബബിൾ വൈസറും കൂടി കാണാൻ പറ്റും. ഇൻഡിക്കേറ്ററൊക്കെ ഒരു മോഡേൺ ടൈപ്പിലാണ്. പിന്നെ മിറർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലും ചെറിയ മാറ്റമുണ്ട്. പിന്നെ ടാങ്കിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ വേർഷൻ 3ലേക്ക് വരുമ്പോൾ ഡിസൈനിൽ അവർ ഫുള്ളി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത മാറ്റം വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. പഴയ RCക്ക് 373cc എഞ്ചിനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് 399cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു 46 ബേസ് ഓഫ് പവറും 39 Nm ഓഫ് ടോർക്ക് ആയിരിക്കും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. ഫ്രണ്ടിൽ WPFXന്റെ UST ഫോർക്ക് ആയിരിക്കും. അഡ്ജസ്റ്റബിൾ ആയിരിക്കും. റീബൗണ്ട് കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ WPFXന്റെ മോണോ ഷോക്ക് ആയിരിക്കും. കുറച്ചും കൂടി മികച്ചതായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം കൂടി RCക്ക് വരുന്നതായിരിക്കും. ഫ്രണ്ടിലും ബാക്കിലും ABS ആയിരിക്കും. ഡുവൽ ചാനൽ ABS, സ്വീപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോൾ, ബൈ ഡയറക്ഷൻ ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററും കൂടി വണ്ടിക്ക് അവൈലബിൾ ആയിരിക്കും. വണ്ടി 2025 തന്നെ ലോഞ്ച് ചെയ്യും. പക്ഷേ ഏത് മാസമാണെന്നുള്ള കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല. അഞ്ചാമത്തെ ബ്രാൻഡ് TVS ആണ്. TVSന്റെ RTX 300 ആയിട്ടുള്ള ഫസ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. 2025 നടന്ന ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിൽ വണ്ടീൻ്റെ ഡിസൈനൊക്കെ അവർ ഷോക്കേസ് ചെയ്തതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബൈക്ക് തന്നെയാണ് പുതിയ TVSന്റെ ഫസ്റ്റ് അഡ്വഞ്ചർ മോഡൽ. TVS ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ എന്ന നിലക്കല്ല വണ്ടി കൊണ്ടുവന്നേക്കുന്നത്. ഒരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ടൂറിങ്ങിനും ഓഫ് റോഡിനൊക്കെ പറ്റിയുള്ള ഒരു മോഡലാണ്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ പല ബൈക്കുമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിലും ഇപ്പം TVS കൊണ്ടുവന്ന ഡിസൈൻ അടിപൊളിയാണ്. ഒരു കിടിലൻ ഡിസൈൻ ആണെന്ന് നമുക്ക് പറയാം. ട്രയംഫിന്റെ ടൈഗർ ആയിട്ടൊക്കെ ചെറിയ സാമ്യം തോന്നുന്നുണ്ട്. അതിനെക്കാട്ടും തോന്നുന്നത് നമുക്ക് ഡുക്കാട്ടിയുടെ മൾട്ടിസ്റ്റാർയുടെ V4 ആയിട്ടാണ് കറക്റ്റ് സാമ്യം തോന്നുന്നത്. വണ്ടി സിമിലാരിറ്റി പെട്ടെന്ന് കാണാൻ പറ്റും. എന്തായാലും ഒരു നീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് TVS ഈ ഒരു ബൈക്കിന് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഡബിൾ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വലിയൊരു വിൻസ്ക്രീനും കാണാൻ പറ്റും. അതിൽ തന്നെ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള USD ഫോർക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. ബാക്കിൽ ഒരു പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റിയുള്ള മോണോ ഷോക്കും ആയിരിക്കും. പിന്നെ വലിയൊരു ടാങ്ക് റേഞ്ച് അവർ കൊടുത്തിട്ടുണ്ട്. അത് എത്ര കപ്പാസിറ്റി ആണെന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ സീറ്റിംഗ് ഒക്കെ സ്പ്ലിറ്റ് സീറ്റിലാണ് അവർ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ടയർസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ ഒരു അലോ വീൽ ടയർസാണ്. ഇതിൻ്റെ ഒരു സ്പോക്ക് വീൽ ടയർസും കൂടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ TVS ഇപ്പോൾ ഓൾമോസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള എല്ലാ മോട്ടോർ സൈക്കിളിലും BMW എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. RR310, RTR310 ഒക്കെ BMW എഞ്ചിനാണ് അവരിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ അവരതിന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. TVS ഒരു പുതിയ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഞ്ചിൻ്റെ പേര് RTX 300 ആണ്. അവർ ഷോക്കേസ് ചെയ്ത എഞ്ചിനും കൂടിയാണ്. ഒരു 299cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. 35 bhp പവർ, 9000 RPMലും 28.5 Nm ടോർക്ക്, 7000 RPMലാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് TVSന്റെ ഒരു ഓൺ പ്രോഡക്റ്റ് ആണ്. ഈ ഒരു എഞ്ചിനായിരിക്കും RR310ലും RTR310ലും അവരെന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലൊരു ടോർക്കി ആയിട്ടുള്ള നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണെന്നാണ് TVS പറയുന്നത്. നല്ലൊരു ഹീറ്റ് കുറഞ്ഞ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണെന്നാണ് TVS ഇപ്പോൾ ക്ലെയിം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു എഞ്ചിൻ്റെ ക്യാരക്ടർ വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വണ്ടി ഈ വർഷം തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. ഒരുപക്ഷെ 2025 പകുതിയോ അല്ലെങ്കിൽ ലാസ്റ്റ് തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. വണ്ടി ഒരു 3 lakh അണ്ടറിലായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 2.6 lakh to 3.7 lakh ആണ് എക്സോറും. ആറാമത്തെ ബ്രാൻഡ് റോയൽ എൻഫീൽഡ് ആണ്. റോയൽ എൻഫീൽഡിൻ്റെ 2 ബൈക്ക് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മോഡൽ ഹിമാലയൻ്റെ ഒരു ബിഗ്ഗർ CC മോഡലാണ് വരാൻ പോകുന്നത്. ഒന്നിക്കൽ 650cc ആയിരിക്കും, അല്ലെങ്കിൽ 750cc ആയിരിക്കും. 750cc എഞ്ചിൻ ഞാൻ പറയാൻ കാരണം എൻഫീൽഡിന് കുറച്ച് മുമ്പേ തന്നെ 750cc എഞ്ചിൻ അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള പല 650cc മോഡലും 750cc എഞ്ചിനിലേക്ക് അവർ കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഹിമാലയൻ്റെ ഒരു ടിൻ സിലിണ്ടർ എഞ്ചിനുള്ളൊരു മോഡലാണ്. ഫസ്റ്റ് ടിൻ സിലിണ്ടർ ഹിമാലയനാണ് ഇനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലുക്ക് വൈസൊക്കെ ഹിമാലയൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ബിഗ്ഗർ ആയിട്ട് ഈ ഒരു ഹിമാലയൻ തോന്നുന്നുണ്ട്. ഫ്രണ്ടിലൊരു USD ഫോർക്കും ബാക്കിൽ
പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റിയിലെ മോണോ ഷോക്കാണ്. ഫ്രണ്ട് ഷോക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. റോയൽ എൻഫീൽഡ് ഫസ്റ്റ് ആയിട്ട് ഒരു റീബൗണ്ട് കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോക്ക് സെറ്റപ്പ് അവർ കൊണ്ടുവരുന്നതാണ്. പിന്നെ വണ്ടിക്ക് ഫ്രണ്ടിൽ തന്നെ ഡബിൾ ഡിസ്പ്ലേ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹിമാലയൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. വണ്ടി 2026 കൂടിയാണ് ലോഞ്ച് പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ബൈക്ക് ഇന്റർസെപ്റ്ററിൻ്റെ ആണ്. ഇന്റർസെപ്റ്ററിൻ്റെ ഒരു 750cc മോഡൽ വരാനുണ്ട്. ഈ ഒരു മോഡലും ടെസ്റ്റിങ്ങിലൊക്കെ സ്പോട്ട് ചെയ്തതാണ്. ഇതൊരു 750cc ഇന്റർസെപ്റ്റർ ആണെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു 650cc ഇന്റർസെപ്റ്ററിൻ്റെ അപ്ഡേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ എഞ്ചിൻ വെച്ചിട്ടുള്ള 750cc എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ഇന്റർസെപ്റ്റർ ആയിരിക്കാം. ഒരു പക്ഷേ 2025 എൻഡിങ്ങിലോടെ ഇന്റർസെപ്റ്റർ 750 കോണ്ടിനെന്റൽ GT 750 ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏഴാമത്തെ ബ്രാൻഡ് ട്രയംഫ് ആണ്. ട്രയംഫിന്റെ ട്രക്സ്റ്റൺ 400 ആണ് ലോഞ്ച് കൺഫേം ആയിട്ടുള്ള മറ്റൊരു മോഡൽ. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വണ്ടി ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ട്രയംഫിന്റെ ഒരു കഫേ റേസർ ആയിട്ടുള്ള ഒരു മോഡലാണ് ട്രക്സ്റ്റൺ 400. ഈ അടുത്തിടക്ക് കൊണ്ടുവന്ന മോഡലാണ് ട്രയംഫിന്റെ സ്പീഡ് 400ഉം സ്ക്രാംബ്ലർ 400Xഉം. അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ വണ്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. ആ ഒരു സ്പീഡ് 400ന്റെ സെയിം എഞ്ചിൻ ആയിരിക്കും ഈ ഒരു ട്രക്സ്റ്റൺ അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ട്രയംഫിന് തന്നെ 1200cc ആയിട്ടുള്ള കഫേ റേസർ മോഡലൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. ആ ഒരു ബൈക്കിന്റെ ഒക്കെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു 398cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. 39.5 bhp പവറും 37.5 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടിക്ക് ഫ്രണ്ടിൽ UST ഫോർക്കും ബാക്കിൽ മോണോ ഷോക്കാണ്. 2,50,000 രൂപയാണ് വണ്ടീൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നൊരു പ്രൈസ്. വണ്ടി ഈ വർഷം തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എട്ടാമത്തെ ബ്രാൻഡ് ഹീറോ ആണ്. ഹീറോ മോട്ടോകോപ്പാണ്. ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരുപാട് ബൈക്കുകൾ വരാനുണ്ട്. അതിൽ ഒന്നാമത്തെ ബൈക്ക് ഹീറോൻ്റെ മാവറിക് 440ൻ്റെ ഒരു അപ്ഡേഷൻ ആണ്. മാവറിക് 440ൻ്റെ 2025 മോഡൽ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങൾ വണ്ടിക്കുണ്ട്. പുതിയൊരു കളേഴ്സിലാണ് മാവറിക് 440 വരാൻ പോകുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള UST ഫോർക്കും പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്ററിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു TFT ആയിട്ടുള്ള മീറ്റർ കൺസോൾ ആണ്. ഹാലിഡേഴ്സിൻ്റെ X440 കണ്ടിട്ടുള്ള അതേ ഒരു മീറ്റർ കൺസോൾ സെറ്റപ്പാണ് ഈ ഒരു പുതിയ മാവറിക്കിന് വന്നേക്കുന്നത്. ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 440cc എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. 27 bhp പവർ 6000 RPM-ലും 36 Nm ടോർക്ക് 4000 RPM-ലാണ് ജനറേറ്റ് ചെയ്യുന്നത്. പഴയ മോഡലെക്കാട്ടി കുറച്ച് പ്രൈസ് വണ്ടിക്ക് കൂടുന്നതായിരിക്കും. വണ്ടി എന്തായാലും ഈ വർഷം തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. അടുത്ത മോഡൽ ഹീറോൻ്റെ കരിസ്മ XMR-ൻ്റെ അപ്ഡേഷൻ ആണ്. XMR-ൻ്റെയും പുതിയ മോഡൽ വരാൻ പോകുന്നുണ്ട്, 2025 മോഡൽ. അതിലും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം വണ്ടിക്ക് പുതിയ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ UST ഫോർക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ മീറ്റർ കൺസോളും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് സെയിം തന്നെയാണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഹാർഡ്വെയറിലും ഒരു മാറ്റവും വന്നിട്ടില്ല. പഴയ XMR-നെക്കാട്ടി ഒരു 5,000 rupees വണ്ടിക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. വണ്ടി എന്തായാലും പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്ത ഹീറോൻ്റെ ബൈക്ക് ഹീറോൻ്റെ Xpulse 400 ആണ്. ഇനി വരാൻ പോകുന്ന ഹീറോൻ്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ഹീറോൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന ഒരു 400cc ആയിട്ടുള്ള Xpulse ആണ്. ഹീറോൻ്റെ ലിസ്റ്റിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും ഏറ്റവും വില കൂടിയ ഒരു മോട്ടോർ സൈക്കിളായിരിക്കും. വണ്ടിക്ക് വരാൻ പോകുന്ന എഞ്ചിൻ ഒരു 421cc ആയിട്ടുള്ള എഞ്ചിനാണ്. 421cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനായിരിക്കും. ഏകദേശം ഒരു 45 base ഓഫ് പവറും 40 Nm ഓഫ് ടോർക്ക് അല്ലെങ്കിൽ 42 Nm ഓഫ് ടോർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ UST ഫോർക്ക് ആയിരിക്കും. ചിലപ്പോൾ അഡ്ജസ്റ്റബിലിറ്റിയിൽ UST ഫോർക്ക് ആയിരിക്കും. ബാക്കിൽ മോണോ ഷോക്ക് വരും. എന്തായാലും ഇതൊരു കൺസെപ്റ്റ് മോഡലായിട്ടാണ് ഹീറോ ഷോക്കേസ് ചെയ്തേക്കുന്നത്. വണ്ടി 2026 ഇതിൻ്റെ പ്രൊഡക്ഷൻ റെഡി മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 3 lakh അണ്ടറിലാണ് ഈ ഒരു ബൈക്ക് ഹീറോ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത ബൈക്ക് ഹീറോൻ്റെ കരിസ്മ XMR-ൻ്റെ ഒരു 250cc മോഡലാണ്. കുറച്ച് മുമ്പാണ് എക്സ്ട്രീം 250R-ൻ്റെ ലോഞ്ച് അവർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്ന ഹീറോൻ്റെ മറ്റൊരു 250cc മോഡലാണ്. ഇത് കരിസ്മ XMR-ൻ്റെ ഒരു ബിഗ്ഗർ CC മോട്ടോർ സൈക്കിളാണ്. പഴയ 210 വെച്ച് നോക്കുമ്പോൾ ചെറിയ മാറ്റം ഡിസൈനിലുണ്ട്. വണ്ടിയുടെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു വിംഗ് ലൈറ്റ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് വലുപ്പത്തിലുള്ള വിൻസ്ക്രീനൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ കളേഴ്സിലും ചെറിയ മാറ്റമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും XMR പോലെ തന്നെയാണ്. പക്ഷേ വണ്ടീൻ്റെ എഞ്ചിനും ഹാർഡ്വെയറിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രീം 250R-ൽ കണ്ടിട്ടുള്ള ഒരു പവർഫുൾ എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത്. 250cc DOC എഞ്ചിനാണ്. ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. 30 bhp പവറും 25 Nm ടോർക്കാണ്. വണ്ടിക്ക് ടോപ്പ് എൻഡ് നല്ല രീതിക്ക് കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ വർഷം തന്നെ വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. ഹീറോ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ജിക്സർ SF 250 പോലുള്ള മോഡലാണ്. ഇതൊരു സ്പോർട്സ് ടൂറർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. എന്തായാലും ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സക്സസ് ആവുന്നുള്ള കാര്യം കണ്ടറിയാം. കാരണം XMR 210 ഇപ്പോൾ അവൈലബിൾ ആണ്, 250 അവൈലബിൾ ആണ്. ഇത് രണ്ടും ഹീറോന് ഒരുപോലെ തന്നെ സെയിൽസ് കൊണ്ടുപോകണം. എന്തായാലും ഹീറോ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസിങ്ങിൽ വണ്ടി ലോഞ്ച് ചെയ്യും. എടുക്കുന്നവർക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു പവർഫുൾ എഞ്ചിനുള്ളൊരു മോഡലും കിട്ടും. ഒമ്പതാമത്തെ ബ്രാൻഡ് യമഹയാണ്. യമഹയുടെ 2 ബൈക്കാണ് ഇപ്പോൾ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിലൊന്ന് ടെനറെ 700 ആണ്. യമഹയുടെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് ടെനറെ 700. വണ്ടിയുടെ ഡിസൈനൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ പുതിയ മോഡൽ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് MT-07 കണ്ട സെയിം എഞ്ചിനാണ്. 698cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. അതിൽ 72.4 bhp പവറും 68 Nm ടോർക്കാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമ്മുടെ ലിസ്റ്റിൽ ലോഞ്ച് ലോ ആയിട്ട് നിൽക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ടെനറെ 700. വണ്ടിൻ്റെ എന്തായാലും ലോഞ്ച് 100%
100% കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുള്ളൂ. അടുത്ത ബൈക്ക് യമഹയുടെ XSR 155 ആണ്. ഇതും ലോഞ്ച് ലോ ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ്. ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു ബൈക്കാണ് യമഹയുടെ XSR. ഇതൊരു നിയോ റെട്രോ സ്റ്റൈൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. XSRന്റെ ലോഞ്ച് ഇതുവരെ ആയിട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. യമഹ ഒരു ഡീറ്റെയിൽസും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ പല മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റും ഈ ഒരു ബൈക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ പുറത്തു വിടുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റാണ് ബൈക്ക് വാല എന്ന് പറഞ്ഞിട്ട്. അവരിപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നതാണ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുള്ളത്. ഡിസംബറോടുകൂടി വണ്ടി ലോഞ്ച് ചെയ്യുന്നതാണ് അവരിപ്പം പറഞ്ഞിട്ടുള്ളത്. വണ്ടി വന്നു കഴിഞ്ഞാൽ MT-15ൻ്റെ അതേ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. MT-15ലും R15 വേർഷൻ 4ലും കണ്ട അതേ ഒരു സെയിം എഞ്ചിനായിരിക്കും. 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയായിരിക്കും. VVA ടെക്നോളജി ഉണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ UST ഫോർക്കും ബാക്കിൽ പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കുമാണ്. എന്തായാലും ഈ രണ്ട് ബൈക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല, വണ്ടി ഇന്ത്യയിലേക്ക് ചിലപ്പോൾ ലോഞ്ച് ചെയ്യുള്ളൂ. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ അപ്കമിങ് ബൈക്സിൻ്റെ വീഡിയോ. ഇതിൽ ഒരുപാട് ബൈക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിലെല്ലാ ബൈക്കൊന്നും ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ സാധ്യതയില്ലാത്ത ബൈക്ക് നമ്മൾ അതുപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ബൈക്കിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലുള്ള മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് കണ്ടൻറ്റ്സിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.